ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള സവിശേഷതയുണ്ട്, പ്രവർത്തന രീതിയുണ്ട്, മനോഭാവമുണ്ട്. ഇപ്പം നമ്മൾ ഏത് കാര്യം എടുത്താലും ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളുണ്ട്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ മനസ്സ് ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത്, അതനുസരിച്ചിരിക്കും അവർക്ക് കിട്ടുന്ന സന്തോഷവും സംതൃപ്തിയും ഒക്കെ തന്നെ. അതുപോലെ ഏത് കാര്യത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അല്ലെങ്കിൽ കൊടുക്കേണ്ടത്, അത് ഓരോരുത്തരുടെ ജീവിത സാഹചര്യം പോലെ ഇരിക്കും. അപ്പം ഞാൻ ഇന്ന് പറയുന്നത് ലൈംഗികതയിൽ പങ്കാളിയുടെ സംതൃപ്തിക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ചിലരെ സംബന്ധിച്ച് അവരുടെ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ഈ ഒരു കാര്യമാണ്. ഇപ്പം നമ്മൾ സമൂഹത്തിൽ നോക്കുവാണെങ്കിൽ ഈ വികാരമെന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയല്ല. അത് ഓരോരുത്തരുടെ ആരോഗ്യത്തിനും സാഹചര്യത്തിനും ഒക്കെ അനുസരിച്ച് വ്യത്യാസപ്പെട്ട് കിടക്കും. ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്നത് അവർക്ക് ഈ ഒരു കാര്യത്തിനകത്ത് പങ്കാളിയെ പൂർണ്ണമായിട്ടും തൃപ്തിപ്പെടുത്തണമെന്നാണ്. സ്ത്രീയും പുരുഷനും ഒക്കെ ചിന്തിക്കുന്ന അങ്ങനെ തന്നെയാണ്. അതല്ലെങ്കിൽ അവർക്കൊരു വല്ലാത്ത നിരാശയും ആത്മവിശ്വാസക്കുറവും ഒക്കെ ഫീൽ ചെയ്യും. ഇതിനകത്ത് നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്ന രീതിയിലൊന്നും ആയിരിക്കണമെന്നില്ല പങ്കാളിയുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഒക്കെ. ഇതിനകത്ത് പുരുഷൻ ഓർക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ അവരുടെ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ നിയന്ത്രണം എപ്പോഴും അവരുടെ കയ്യിൽ തന്നെ ആയിരിക്കണം. ഏത് കാര്യത്തിലാണെങ്കിലും അതിനെക്കുറിച്ച് പറയുന്ന രീതിയും പ്രവർത്തിക്കുന്ന രീതിയും രണ്ടും രണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് സ്ത്രീയേക്കാൾ കൂടുതൽ ശാരീരിക മാനസിക പ്രവർത്തനങ്ങൾ വേണ്ടി വരുന്നത് പുരുഷനാണ്. ഇതിനകത്ത് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്തെന്ന് വെച്ചാൽ സ്വയം സംതൃപ്തി കണ്ടെത്തണം, അതേസമയം പങ്കാളിയും തൃപ്തിപ്പെടുത്തണം. അതുകൊണ്ട് തന്നെ മനസ്സിൻ്റെ പ്രവർത്തനത്തെ ചില സമയത്ത് മെറ്റ് വഴിക്ക് തിരിച്ചു വിടേണ്ടതായിട്ട് വരും. ഈ സമയത്ത് സ്ത്രീകളെ സംബന്ധിച്ച് ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ചാൽ മനസ്സിനകത്തുള്ള നെഗറ്റീവ് ചിന്തകളെ ഈ സമയത്തേക്കൊന്ന് മാറ്റി വെക്കണം. പൂർണ്ണമായ സംതൃപ്തി വേണമെന്നുണ്ടെങ്കിൽ സ്പർശന സമയത്ത് ഏകാഗ്രത വേണം. അതുപോലെ ഏത് മെത്തേഡിനോടാണ് കൂടുതൽ ഇഷ്ടമെന്നുള്ളത് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി പങ്കാളിയെ അറിയിക്കാവുന്നതേ ഉള്ളൂ. ചിലരെ സംബന്ധിച്ച് ഈ സമയത്ത് കുറച്ച് ബോൾഡായിട്ട് പെരുമാറുന്നതാണ് ഇഷ്ടം. വലിയ സ്നേഹമൊന്നും വേണമെന്നില്ല. എന്നാൽ ചിലർക്കാണെങ്കിൽ അങ്ങനെയല്ല, ഈ സമയത്ത് ഒത്തിരി സ്നേഹിക്കണം, കുറച്ച് ഡെലിക്കേറ്റായ ക്രിയകളും സംസാരങ്ങളും ഒക്കെയാണ് ഇഷ്ടം. ഇതേപ്പറ്റിയൊന്നും പറഞ്ഞില്ലെങ്കിലും ചില സാഹചര്യത്തിലുള്ള റെസ്പോൺസിൽ കൂടി അത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. മാറിടത്തിൽ ചില ക്രിയകൾ ചെയ്യുമ്പോൾ ഹാർഡായിട്ടുള്ളതിനും സോഫ്റ്റായിട്ടുള്ളതിനും ചില പ്രത്യേകതകളുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഒരു കാര്യം പുരോഗമിക്കുന്നത് പല ഘട്ടത്തിൽ കൂടിയാണ്. ഇതിനകത്തുള്ള അടിസ്ഥാനപരമായ കാര്യം ആഗ്രഹം, ആകർഷണം, സാഹചര്യം ഇതൊക്കെയാണ്. ഏറ്റവും പ്രധാനം ഇതാണെങ്കിലും തുടക്കത്തിൽ ചെയ്യുന്ന ചില ക്രിയകൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഈ ഒരു സമയത്ത് ചില പുരുഷന്മാരെ സംബന്ധിച്ച് ഒരു ധൃതി കാണിക്കാറുണ്ട്, ഒരു അലസതയും മടിയും ഒക്കെ കാണിക്കാറുണ്ട്. എന്ന് വെച്ചാൽ അവർക്കൊട്ടും ക്ഷമയില്ലാതെ തന്നെ കാര്യത്തിലേക്ക് കിടക്കണം. എല്ലാവർക്കും അല്ല കേട്ടോ, ചിലർക്ക്. ആരോഗ്യമുള്ള ഒരു പുരുഷനെ സംബന്ധിച്ച് അവർക്ക് പെട്ടെന്ന് ഈ ഒരു മൂഡിലേക്ക് വരാൻ പറ്റും. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ച് അങ്ങനെയല്ല. അവർക്കിതിനകത്ത് അതിൻ്റേതായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കണം. അതിന് കുറച്ച് സമയമെടുക്കും. യഥാർത്ഥത്തിൽ പങ്കാളിയായിട്ടുള്ള ആ ഒരു അടുപ്പവും സ്നേഹവും ഒക്കെ നിലനിർത്തുന്നത് ഈ ഒരു രീതിയിൽ കൂടിയാണ്. ഓരോ ചുംബനത്തിനും സ്പർശനത്തിനുമൊക്കെ അതിൻ്റേതായിട്ടുള്ളൊരു സന്ദേശമുണ്ട്. അത് ബ്രെയിനിൽ കറക്റ്റായിട്ട് കിട്ടുന്നുമുണ്ട്. ക്രിസരിയുടെ ഭാഗത്ത് ചില ക്രിയകൾ ചെയ്യുന്നതിനും ഒരു സമയമുണ്ട്. എങ്കിൽ മാത്രമേ ബ്രെയിന് അതിൻ്റേതായിട്ടുള്ളൊരു എഫക്റ്റ് ഉണ്ടാക്കത്തുള്ളൂ. കൂടാതെ ഈ സമയത്ത് ചില ഹോർമോണുകൾ ശക്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നുമുണ്ട്. നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങളോട് ഏറ്റവും സ്നേഹം തോന്നുന്നത് എപ്പോഴാണെന്നറിയാവോ? അവരുടെ കുറവുകളെ നിങ്ങൾ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോഴാണ്. എനിക്ക് തോന്നുന്നു യഥാർത്ഥ സ്നേഹം ലൈംഗികതയിൽ മിക്ക സാഹചര്യത്തിലും വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കാരണം ഈ സമയത്ത് മനസ്സ് എന്തിനും തയ്യാറാണ്, ഏത് രീതിക്കും തയ്യാറാവും. സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് ആ സംതൃപ്തി കിട്ടുന്നത് എപ്പോഴാന്ന് വെച്ചാൽ ഒരേ രീതി തന്നെ കുറേ സമയം അടുപ്പിച്ച് ചെയ്യുമ്പോഴാണ്. എങ്കിൽ മാത്രമേ ബ്രെയിൻ അതിനകത്ത് ഏകാഗ്രപ്പെടാൻ പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ സ്ട്രോക്ക് കിട്ടേണ്ടടുത്ത് അതിനൊരു കണ്ടിന്യൂഷൻ വേണം, അതിന് അതിൻ്റേതായ സമയം വേണം. മിക്കവാറും പേർക്ക് ഇതിനകത്തൊരു സംതൃപ്തി കിട്ടാത്തതിൻ്റെ കാര്യം ഇതാണ്. ഇതിനകത്ത് ഏകാഗ്രപ്പെടാൻ പറ്റുന്നില്ല. പല തരത്തിലുള്ള ചിന്തകൾ ഇങ്ങനെ മനസ്സിലേക്ക് കടന്നു വരുന്നതുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഫാൻറ്റസിക്ക് ഒരു ക്ലിയറൻസ് കിട്ടുന്നില്ല. ഈ സമയത്ത് ചോദ്യങ്ങൾ, സംസാരങ്ങൾ, പറച്ചിലുകളൊന്നും വേണ്ട. മനസ്സൊരു പ്രത്യേക തലത്തിലേക്ക് പോകണം, ആഴങ്ങളിലേക്ക് പോകണം. ചിലർക്കാണെങ്കിൽ ഒരു പ്രത്യേക രീതിയിൽ സങ്കല്പിച്ചെങ്കിലേ ഒരു എനർജി ഫ്ലോ ഉണ്ടാകത്തുള്ളൂ. ഈ ഒരു കാര്യം ഒരുപക്ഷെ നമ്മുടെ നിയന്ത്രണത്തിലുള്ളതല്ല, ആ സമയത്ത് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, ചില ക്രിയകൾ ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സങ്കല്പം ബ്രെയിനിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നുണ്ട്. മനസ്സ് സന്തോഷത്തിലാണെങ്കിൽ ഈ ഒരു പ്രോസസ്സിങ് വളരെ കറക്റ്റായിട്ട് നടക്കും.
ഇപ്പോൾ ഏതൊരു കാര്യത്തിനകത്താണെങ്കിലും കൂടുതൽ സന്തോഷവും സംതൃപ്തിയൊക്കെ വേണമെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയേണ്ടതായിട്ടുണ്ട്. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുത്തോ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ഡേ. ബൈ.